ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓടിൽ സെറ്റ് ചെയ്ത ബോളർ ഏരിയയാണ്. ഈ കാണുന്ന ബോളർ ഏരിയകളെല്ലാം ഇപ്പം ട്രിം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സോഫ്റ്റ് ആയിട്ട് ട്രിം ചെയ്ത് കൊടുക്കുവാണ്. ഇതൊരു ബോൾ ഷേപ്പിലാണ് ഞാൻ ട്രിം ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഫുള്ള് ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പം നമ്മൾ ട്രിം ചെയ്ത് കളയുന്ന ഈ ഒരു ചെറിയ തണ്ട് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്രയ്ക്ക് സിമ്പിളാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. ഇത് തറയിലും നടാം, അതുപോലെ തന്നെ ചട്ടിയിലും നടാം. പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ പ്ലാന്റ് വരുമ്പോഴാണ് കാണാൻ രസം. അതുകൊണ്ട് തന്നെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് തറയിൽ നടുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചട്ടിയിൽ നടുമ്പോഴത്തേന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാറ്റി മാറ്റി വെക്കാൻ സാധിക്കും. ഈ ട്രിം ചെയ്ത് കളയുന്ന ചെറിയ പീസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. വെള്ളത്തിലോ മണ്ണിലോ ചകിരിച്ചോറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. നമ്മളിവിടെ 2 തരം ബോളർ ഏരിയയിലാണ് ഉള്ളത്. ഒന്ന് യെല്ലോയും പിന്നെ ഈ കാണുന്ന പോലെ ഗ്രീനും. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ വെരിഗേറ്റർ അരിയിലയും ഉണ്ട്. ഈ ചെടിയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.